എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആറ്റുകാല് പോവാണ്. നാളെ പൊങ്കാലയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കാണിക്കാമെന്ന്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം പുറകിലേക്ക് നോക്കി കാണുന്ന പോലെ 10 മണിയാകാൻ പോകുന്നതേ ഉള്ളൂ. 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് സന്ധ്യയായപ്പോൾ ഉടനെ തന്നെ ഫ്രഷായിട്ട് ഞങ്ങൾ ഇറങ്ങി. ആദ്യം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആറ്റുകാല് നല്ല തിരക്കായതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും വെളിയിൽ നിന്നായിരുന്നു തൊഴുതിട്ടുണ്ടായിരുന്നത്, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഗണപതി അമ്പലത്തിൽ തൊഴുതു. അവിടെ നന്നായിട്ട് തൊഴാൻ പറ്റി. ഗണപതി അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് വഴിയോര കച്ചവടക്കാരായിട്ട് കുറേ പേര് ഇതുപോലെ കുടങ്ങളും അതുപോലെ തന്നെ പാത്രങ്ങളും കൊട്ടകളും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് കുപ്പിവളകളും ഉണ്ടായിരുന്നു ഒരുപാട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ, ഒന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സമയം ഇപ്പം ഏകദേശം 9:30 കഴിഞ്ഞിട്ടും നല്ലപോലെ ആൾക്കാർ റോഡിലുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയുടെ മൊത്തമായിട്ടുള്ളൊരു ആഘോഷമല്ലേ ആറ്റുകാൽ പൊങ്കാല. അതായിരിക്കണം നല്ല തിരക്ക്. എല്ലാവരും നല്ല സഹകരണമൊക്കെ ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഉടനെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ട് അവിടെ നിന്നായിരുന്നു പിന്നെ കാറിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്കൊരാളെ കാണിച്ചു തരാം. വാ, ഇങ്ങോട്ട് വാടി. ആ പോണതാണ് നമ്മുടെ സ്വന്തം ജാനി. അവിടെ ഒളിച്ചിരിപ്പുണ്ട്. പിന്നാണ് പൊങ്കാല. ഇന്ന് രാവിലെ ഒരു 7:30 ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം സമയം ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. വാടി ജാനി. ജാനി രാവിലെ തന്നെ പണിയിലാണ്. പിന്നല്ല. അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ്, സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. ബാക്കിയുള്ളവർ പുറകെ വരുന്നുണ്ട്. എല്ലാ സാധന സാമഗ്രികളൊക്കെ അങ്ങനെ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഞങ്ങൾ പൊങ്കാലയിട്ട സ്ഥലത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന ഭക്ഷണത്തിൻ്റെ ക്യൂ ആണ്, ഉച്ചഭക്ഷണത്തിൻ്റെ ക്യൂ ആണിത്. ഞങ്ങൾ ഇട്ടിരുന്ന സ്ഥലത്ത് തന്നെ അവർ ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം തന്നുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ജാനിക്കായിട്ട് തൊട്ടടുത്തൊരു കടയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കടയിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ മാതള നാരങ്ങ കണ്ടത്. എന്തുമാത്രം മാതള നാരങ്ങ എന്നറിയോ, നിറച്ചുണ്ടായിരുന്നു. പൂക്കളും അതുപോലെ തന്നെ ഫ്രൂട്ടും ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു. അങ്ങനെ ജാനിയുടെ കുറച്ച് പൈസയുണ്ട്. അവൾ കുറച്ച് മിഠായിയൊക്കെ വാങ്ങാമെന്നും പറഞ്ഞ് അവൾ കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളും വാങ്ങി. എനിക്ക് ഐശ്വര്യ ചേച്ചി കുറച്ച് മിഠായിയൊക്കെ എനിക്കും വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്.
നല്ല തിരക്കായിരുന്നു. കുറേ നേരം നിന്നിട്ടാണ് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓട്ടോയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പുറകിലെ ഡിക്കിയിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇഷ്ടിക കഷ്ണങ്ങളാണ് ഈ കിടക്കുന്നത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ എത്തിയപ്പോൾ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 12:30 ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. മാത്രമല്ല പൊങ്കാലയുടെ ആ ക്ഷീണം കൊണ്ടും നല്ല ട്രാഫിക് ജാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് വിചാരിച്ചു, ഇന്നലെ ആ ഒരു ലേറ്റ് ആയതുകൊണ്ട് മാമൻ്റെ വീട്ടിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ആയിരുന്നു ഇങ്ങോട്ട് എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന്. അപ്പം എനിക്ക് വ്ളോഗ്സൊന്നും എടുത്ത് അത്ര ശീലമൊന്നുമില്ല. എന്തെങ്കിലും തെറ്റുകളോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് കമൻറ്റ് ബോക്സിൽ. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നാൽ ശരി, നമുക്ക് പിന്നെ കാണാം. ബൈ.